ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. പനീർ ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഇത് നമ്മൾ പനീർ ചില്ലി ഉണ്ടാക്കുകയാണ് ഇന്ന്. പനീർ ചില്ലി അതിനുവേണ്ടി നമ്മൾ ഉള്ളിയും നമ്മുടെ ശിംല മിർച്ചും ഇതിലൂടെ നമ്മൾ ക്യൂബിക്കൽ ഷേപ്പിലെടുത്തു. നമ്മൾ ഉള്ളി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉള്ളി നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ലേ, അതങ്ങനെ പറ്റില്ല. അതിനെ അടത്തി അതിൻ്റെ ചെറിയ ചെറിയ പീസസ് ആക്കുക. നമ്മളിങ്ങനെ തെതളായി മാറ്റുക. ഓക്കെ. ഇത് നമ്മൾ കുറച്ച് ക്യാരറ്റ്സ്, നമ്മൾ ചെറിയ നീളത്തിൽ കാര്യങ്ങൾ. എണ്ണ ചൂടായിട്ടുണ്ട്, നല്ല ചൂടാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് വെച്ചാൽ ക്യാരറ്റ് ചൂടാൻ ശേഷം സ്ഥലം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അത് നമ്മൾ കടുവ കൂടെ ചേർക്കാം. വെള്ളം കൊടുക്കാം. ചില ഉപ്പ് നമുക്ക് വിതറാം ടേസ്റ്റിനനുസരിച്ച്. നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പനീർ. ഇത് ഏകദേശം 250 ഗ്രാം ഉണ്ട് കേട്ടോ. നമ്മളിത് പനീർ നമുക്കൊരു ക്യൂബിക്കൽ ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. നടക്കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് പീസസ് ആയിട്ട് ഈ പീസസ് നമ്മൾ ബോളിലോട്ട് മാറാം. എന്നിട്ട് നമുക്ക് ശകലം മഞ്ഞളും മുളക് പൊടി കുറച്ച് ഉപ്പോട് വിതറി നല്ലോണം നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഫ്ലോർ മിക്സ് ചെയ്തത് എല്ലാത്തിനും ആഡ് ചെയ്യാം. രണ്ടാമത് മിക്സ് ചെയ്യാം. ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ പനീർ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് തിരിച്ചിടാം. സുഹാന ദേശി ഡ്രാഗൺ പനീർ ചില്ലി മസാല. ഇത് നമുക്ക് മൊത്തം പാക്കറ്റായിട്ട് ഇടാം. നമ്മളിപ്പോൾ പനീർ ഇപ്പോൾ എടുത്ത് പാക്കറ്റിൽ ഇല്ല പാക്കറ്റിൽ തന്നെ മതി, ഇല്ല ബോളിൽ തന്നെ മതി. സ്വല്പം വെള്ളം ഉപയോഗിച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് റെഡിയായി. നമുക്ക് ബാക്കിയുള്ളതൂടെ ഇതുണ്ടാക്കി മസാല നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. ഇവിടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനോട് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് പനീർ ക്യൂബ്സും കൂടി ഇടാം. സ്വല്പം വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഓൾമോസ്റ്റ് റെഡിയാണ്. എന്നാലും ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേവട്ടെ. പനീർ ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം.
അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല സൂപ്പർ സാധനം. ഞാനിത് മൊത്തം കഴിച്ചിട്ടില്ല, ഇപ്പം തന്നെ കഴിച്ചിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.